എഗെയിൻ തൊപ്പി, മെഹർ, ആ ലൂപ്പ്, അതിലേക്ക് നീലക്കുയിൽ, ഷാജഹാൻ, ആകെ മൊത്തം തെറിവിളി, ആകെ സീന്. ഷാജഹാൻ എനിക്കറിയാം, സുഹൃത്താണ്. തൊപ്പീനെ എനിക്കറിയാം, സുഹൃത്താണ്. സത്യത്തിൽ ഞാൻ തൊപ്പിയുടെ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ, ഷാജഹാനും നീലക്കുയിലിനെയും റിയാക്ട് ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ ലൈവ് ഞാൻ കുറച്ച് പോർഷനേ കണ്ടിട്ടുള്ളൂ. എനിക്കതിൻ്റെ കംപ്ലീറ്റ് എന്താ പറഞ്ഞതെന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തൊരു സമയത്ത്, ഇന്നലെ സിനിമയൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ പെരുന്തമണ്ണയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നിന്ന സമയത്താണ് ഇന്നെ ഷാജഹാൻ വിളിക്കുന്നത്. ഷാജഹാൻ വിളിച്ചിട്ട് ഇങ്ങനെ തൊപ്പി ഉപ്പാക്ക് പറഞ്ഞോടാ സീനുകൾ ഇങ്ങനെയൊക്കെയാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ എന്തായാലും എനിക്ക് കാണും വേണം, കംപ്ലീറ്റിൽ എങ്ങനെയാണെന്നുള്ളത് കാണും വേണമല്ലോ. എന്താണെന്നുള്ളത് അങ്ങനെ കോൾ ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ കണ്ടു. തൊപ്പീനായിട്ട് കോൾ ചെയ്തു. എനിക്ക് പറയാനുള്ളത്, സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്യുക, പേഴ്സണലി വലിയ സീനുകൾക്കൊന്നും കാര്യങ്ങൾ പോവാതെ എന്താണെങ്കിലും രണ്ടുപേർക്കും ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം വ്യൂവേഴ്സിനോടുണ്ട്. ഓക്കെ, അത് തമ്മിലടിച്ചും ചീത്ത വിളിച്ചിട്ടും അതൊരു മാസമാണ്, അല്ലെങ്കിൽ അതാണ് സെറ്റിൽമെൻറ്റ് എന്നുള്ള രീതിക്ക്. ഇപ്പം ഞാൻ എൻ്റെ ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ തെറ്റുകളൊക്കെ ഇല്ലയെന്ന് പറഞ്ഞില്ല, പുണ്യാളൊന്നുമല്ല. പക്ഷേ മാക്സിമം നമ്മുടെ വ്യൂവർഷിപ്പിന് അതല്ല എന്നുള്ളൊരു മാതൃക കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെയൊക്കെ അപ് ടു പേഴ്സണാണ്. ഉപ്പാക്ക് വിളിച്ചാലും ഫാമിലിക്ക് വിളിച്ചാലും പൊള്ളും. ഓക്കെ, ഇതിപ്പോൾ തമ്മിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചതുകൊണ്ട് സാധനം അങ്ങനെ സെറ്റിലായി പോയാൽ നല്ലത്. ഇല്ലാതെ എസ്കലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ അതിൽ വരുന്ന കോൺസിക്വൻസസ് സ്വയം രണ്ടുപേരും എന്ത് ചെയ്യുക, അത് സഹിക്കുക. ഇനി വിഷയങ്ങളുടെ തുറക്കം എഗെയിൻ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ മെഹറിൻ്റെ ഫാക്ടർ എന്നാണ്. ആ എഐൻ്റെ വിഷയം വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെഹറും തൊപ്പിയും ലൈവിൽ വിളിച്ചിട്ട് കോൾ ചെയ്ത് പ്രപ്പോസ് ചെയ്യുന്ന സീനുകൾ, അല്ലെങ്കിൽ ഈ കട്ട്സ് എഡിറ്റ്സൊക്കെ, ഇവരുടെ കുറേ ഫാൻ ഫോളോയിങ്, ഇവർ രണ്ടുപേരും പ്രേമിക്കണം ഒന്നിക്കണം എന്നൊക്കെ പറഞ്ഞു വരുന്ന കുറേ ഐറ്റങ്ങൾ. ഈ ബേസിക് കോണ്ടൻ്റ് ഒക്കെ വരുന്നത് ഇവരുടെ ആ ഒരു സാധനത്തിൻ്റെ മുകളിൽ നിന്നാണ്. മനസ്സിലായോ? ചാറ്റ് പ്രപ്പോസ് ചെയ്യാൻ പറയുന്നു, തൊപ്പി പ്രപ്പോസ് ചെയ്യുന്നു, മെഹർ അപ്പുറത്ത് കോൾ എടുക്കുന്നു, റിജക്റ്റ് ചെയ്യുന്നു, ഈ സാധനങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫുൾ ലൈവ് ഒന്നും ചിലപ്പോൾ ആരും കണ്ടു കാണില്ല. ആളുകളിലേക്ക് എത്തുന്നത് എന്താ, ഈ മെഹറും തൊപ്പിയും തമ്മിലുള്ള പ്രപ്പോസൽ മാത്രം ചിലപ്പോൾ കട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു ഡയമെൻഷൻ ഇവർ കട്ട് ചെയ്ത് കുറേ വോയിസൊക്കെ കയറ്റിയിട്ട് കുറേ കട്ട്സ് എന്നാണ് ആളുകൾ കുറേ സാധനങ്ങൾ മാനിപ്പുലേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ആണെങ്കിലും ഇപ്പോൾ ഷാജഹാൻ്റെ കേസാണെങ്കിലും ഒക്കെ ഇതിൽ നിന്നാണ് വരുന്നത്. ബേസിക് കണ്ടൻറ്റ് വരുന്നത് ഇവർ വെച്ച് പോയ ആ ഒരു പ്ലോട്ടിൽ നിന്നാണ് വരുന്നത്, മെഹറും തൊപ്പിയുടെ ആ ഒരു പ്ലോട്ട്. പിന്നെ ഒരു എന്താ പറയുക, പബ്ലിക്കായിട്ടുള്ളൊരു സ്ഥലത്ത് നമുക്ക് അത്ര ക്ലോസ് ഫ്രണ്ട് അല്ല, അല്ലെങ്കിൽ നമുക്ക് അത്രയും അറിയുന്ന ഒരാളല്ല, നമുക്ക് അത്രയും ഒരു എന്താ പറയുക, ഒരു സോൺ ഉണ്ടല്ലോ നമുക്കൊരു വ്യക്തിയായിട്ട്, ആണോ പെണ്ണോ, നമുക്കൊരു സോണ് കാണും. അവരിലേക്ക് നമുക്ക് എന്തും ചോദിക്കാം, എന്തും പറയാം, അവർ ആ ഫണ്ട് എന്നുള്ള രീതിക്ക് എടുക്കും എന്നുള്ളൊരു ആ ഒരു സംഗതിയിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ടൊന്നും ചോദിക്കാൻ പോവാതിരിക്കും, അല്ലെങ്കിൽ ചുമ്മാ പോയിട്ട് ഇങ്ങനെ താട്ടാതിരിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഷാജഹാൻ്റെ കേസിൽ ഞാൻ ഈ നീലക്കുയിലിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മെഹർ ഓൾറെഡി സീനിലാണ്. ആ എഐൻ്റെ വീഡിയോ വന്നതിൻ്റെ വിഷയവും, പിന്നെ കുറേ പേര് ഇതേപോലെ ഈ തൊപ്പിയും മെഹറും തമ്മിൽ എന്തോ ഒരു സെറ്റപ്പ് ഇനി വരുമോ, വരണം, അങ്ങനത്തെ ഒക്കെ സീനുകൾ പറയുമ്പോൾ ഓൾറെഡി മെഹറിൻ്റെ ഫാമിലിയിലും ഇത് സീനായിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു കണ്ടൻറ്റിലുപരി ഇത് കുറേ ആൾക്കാർ ഇങ്ങനെ ഈ കോംബോ സാധനം പിടിച്ചിട്ട് അതൊരു സീനുണ്ട് മെഹറിൽ. അപ്പോൾ ആ സമയത്ത് തന്നെയാണല്ലോ ഇപ്പോൾ ഈ പരിപാടിക്ക് പോയ സമയത്ത് ഇതേപോലെ ഷാജഹാൻ ഇങ്ങനെ ചോദിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്തെങ്കിലും ഇനിയിപ്പോൾ മെഹറിന് വിഷയമായിട്ട് മെഹർ റിയാക്ട് ചെയ്യുന്നതാണ് ഞാൻ സത്യത്തിൽ വിചാരിച്ചത്. പക്ഷേ മെഹർ അത് അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ഒരു എന്താ പറയുക, മുഖമൊക്കെ ഒന്ന് ഡള്ളായി. മെഹർ അങ്ങനെ പോയി. മെഹറിൻ്റെ ബോഡി ലാംഗ്വേജ് എന്നറിയാം മെഹറിന് അത്ര ആ സാധനം സൂചിച്ചിട്ടില്ല എന്നുള്ളത്. ഇതിൽ നിന്നാണ് തുടക്കം വരുന്നത്. കല്യാണത്തിന് കല്യാണം ഉണ്ടാവുമോ? കല്യാണം ഉണ്ടാവില്ലേ? മെഹറിൻ ബിഗ് ബോസിലൊന്നും മേക്കപ്പ് ഒന്നും കൊടുക്കില്ല എന്നാ പറയണേ, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല കാര്യം, ആകെ ടെൻഷനിലാണ്. ആദ്യത്താണ് വിചാരിക്കുവോ, അവൻ ആകെ മാനസികമായിട്ട് നടത്തിയെടുപ്പോ, ആകെ പ്രഷറായിട്ട് എന്താ ചെയ്യും. കല്യാണത്തിന് ഞങ്ങളെ ക്ഷണിക്കണേ. ഒരു പവൻ ഇവിടെ ഉണ്ട്. ഒരു പവൻ സ്വർണ്ണം എന്റെ വക, ഞാൻ കടം വാങ്ങിയിട്ട് കൊണ്ടിട്ട് അത് ഉറപ്പാ. ഒരു വാക്ക് സോഷ്യൽ മീഡിയനെ സാക്ഷിയാക്കിട്ട് പറയണ്ടേ, മെഹറിന്റെയും തൊപ്പിന്റെയും കല്യാണം നടക്കണം, ഒരു പവൻ സ്വർണ്ണം എന്റെ വക. ഓ, അതാണ് അടി. അതെ, പ്രീ വെഡിങ് ഷൂട്ടൊക്കെ ഉണ്ടാവും.
അപ്പൊ സത്യല്ലേ? എടാ ഞമ്മക്കൊരു വാക്കുള്ളൂ, ഒറ്റ തന്ത ഒരു വാക്ക്, വേറെ വർത്താനം പെടില്ല. നീലക്കൂലായാലും മറ്റേ മഞ്ഞക്കൂലായാലും കല്യാണം ഉറപ്പിച്ചു അല്ലേ? ഇതൊന്നും കല്യാണം ഉറപ്പിച്ചതും ഈ വളയിടലും മാലയിടലും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ സന്തോഷ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? എന്റെ മുന്നേ നിങ്ങൾക്കൊന്നും പോയിക്കൂടെ? മതി ചേട്ടാ, ചായയും പപ്സും കഴിച്ചോ? ചായ പപ്സും അവള് പോകട്ടെ, ഒന്ന് കരയട്ടെ പോയിട്ട്. ഇവര് വെച്ചിട്ടില്ലേ വീഡിയോ കണ്ടോ? ഭയങ്കര വൈറലാണ്. ഞാൻ ഒറിജിനലാണ് എഴുതി. സൂപ്പർ കോണ്ടാക്ട് ചെയ്യണം. ആകെ ടെൻഷനിലാണ്. ആദ്യത്താണ് ആകെ ടെൻഷൻ ഇല്ലായിരിക്കും. ഓനാകെ മാനസികമായിട്ട് നടക്കെടുപ്പോ, ആകെ പ്രഷറായിട്ട്. എന്താ ചെയ്യും? സൂപ്പർമാൻ എന്റെ ഫ്രണ്ടാണ്, എന്റെ ഫ്രണ്ടാണ്. എനിക്കൊന്നും പറയാനില്ല. ശരിക്കും ആരാണ് എന്റെ ആള്? കാണുന്നപോലെ മൊത്തം എന്റെ ഫ്രണ്ടാണ്, എന്റെ ഫ്രണ്ടാണ്. സത്യത്തിൽ എന്റെ ലൈൻ ആരാ ഒന്ന് പറഞ്ഞു. അത് ഈ ജനങ്ങളോടും തുറന്ന് പറഞ്ഞു. ഞങ്ങളെ പോത്തെത്തി പോത്തൂടാ പോത്തൂടാ പോത്ത് 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 ഞങ്ങള് പോകണം. ഓക്കെ ബൈ ബൈ ബൈ. ഓക്കെ, അപ്പൊ ഇതാണ് സീന്. ഇവിടുന്നാണ് തുടക്കം വരുന്നത്. ഷാജഹാൻ ഓൾറെഡി വരുമ്പോൾ തന്നെ മെഹറിനെ കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ തൊപ്പിയുടെ കാര്യം എടുത്തിടുന്നുണ്ട്. പിന്നെ ഈ തൊപ്പിയുടെ കാര്യവും സൂപ്പർ വാവയുടെ കാര്യമൊക്കെ ഇങ്ങനെ മെഹറിനോട് എടുത്തിട്ടിട്ടുള്ള സംഗതി. അതൊരു എന്താ പറയുക, സംഗതി ഒരു കളിയാക്കൽ സാധനമാണ്. അല്ലാതെ ഒരു ബേസിക്കലി അതങ്ങനെ അത് വിശ്വസിച്ച് ഇങ്ങോട്ട് ഉണ്ടാക്കി ഷാജഹാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല. ചുമ്മാ മീഡിയനെ കണ്ടപ്പോൾ ഒന്ന് കളിയാക്കണം, അല്ലെങ്കിൽ അതൊരു കണ്ടന്റ് ആവണമെന്ന് വിചാരിച്ച് ഇട്ട് കൊടുത്തൊരു സാധനം. പക്ഷേ മെഹറിന് അത് പറ്റിയിട്ടില്ല, അത് ഉറപ്പാണ്. മെഹറിൻ്റെ ബോഡി ലാംഗ്വേജ് എന്നൊരു കാര്യം പറയാം, മെഹറിന് അത് പറ്റിയിട്ടില്ല. ഇനി ഇത് മുന്നോട്ട് വരാം, ഒരുപാട് വരാവുന്ന ഒരു സാധനമാണ്. ഓക്കെ, അതെനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു മെഹറും തൊപ്പിയുള്ള ഒരു പ്രപ്പോസൽ സീനും അല്ലെങ്കിൽ ബാക്കി പരിപാടികളും അതിനീവൻ ആ ഒരു കണ്ടന്റ് ആളുകൾക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഷാജഹാനോട് ചോദിച്ചാൽ ഷാജഹാനുള്ള ഉത്തരം അതായിരിക്കും, നിങ്ങളല്ലേ ലൈവിൽ പ്രപ്പോസ് ചെയ്തത്, ഓനല്ലേ പ്രപ്പോസ് ചെയ്തേ, ഓനല്ലേ അങ്ങനെ കാണിച്ചേ. ഈ സാധനം വരുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, റിജക്ഷൻ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തതിനെ കുറിച്ചൊന്നും ആൾക്കാർ ചിന്തിക്കൊന്നുമില്ല. മനസ്സിലായല്ലോ? ഇവിടെ ബേസിക്കലി ഒരു റീലെടുത്ത് നടക്കുമ്പോൾ തന്നെ ഒരാണും പെണ്ണും ഒരു റീലെടുത്ത് കഴിഞ്ഞാൽ അവർ തമ്മിൽ കല്യാണം കഴിക്കാത്തവരിക്കും, കല്യാണം കഴിച്ചവരാണെങ്കിൽ അടക്കം അതിൽ മറ്റേത് പറഞ്ഞുണ്ടാക്കുന്ന ടീംസാണ് ഇവിടുത്തെ ഒരു ഓൾമോസ്റ്റ് വ്യൂവർഷിപ്പും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നാട്ടുകാരുടെ മുന്നിൽ ഈ സംഗതി ഇപ്പോൾ മെഹർ ആദ്യം സൂപ്പർമാൻ്റെ ഒപ്പം, ഇപ്പോൾ തൊപ്പീൻ്റെ ഒപ്പം എന്നിട്ട് തൊപ്പി പ്രപ്പോസും ചെയ്തു, അപ്പം ഇവർ തമ്മിൽ ഇത് വരും. അത് ഇവിടുത്തെ വ്യൂവർഷിപ്പിൻ്റെ പ്രശ്നമാണ്, അത് ഇവിടുത്തെ നാട്ടുകാരുടെ കുഴപ്പമാണ്. അതിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. മനസ്സിലായില്ല? അപ്പം ആ സംഗതിയും കൂടി പിന്നെ ഈ AI സംഗതിയൊക്കെ ഉണ്ടായിട്ടാണ് തോന്നുന്നു. അങ്ങനത്തെ ഒരു ചൊറി വർത്താനം ഇങ്ങനെ എയറിൽ നിൽക്കുന്നതുകൊണ്ട് മെഹർ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്നുള്ളത് ആ വീഡിയോ കണ്ടറിയാം. ഫൈൻ. ഞാൻ പറയുമ്പോൾ മെഹറിന് ചിലപ്പോൾ അത് അവിടുന്ന് റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മേ ബി വേണ്ടാന്ന് വിചാരിച്ച് വിട്ടതായിരിക്കാം. കാരണം ഇനി ഇതും കൂടി ഒന്ന് റിയാക്ട് ചെയ്തേണ്ടത് ഇത് എന്താവും എന്നുള്ളത് ഒരു പിടുത്തം ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെ മെഹർ ഒഴിവാക്കി കളഞ്ഞായിരിക്കാം. എന്താണെങ്കിലും ഈ സംഗതി തൊപ്പി ഏറ്റെടുത്തിട്ട് തൊപ്പീൻ്റെ ലൈവിനകത്ത് ഈ വിഷയത്തിനെ കുറിച്ച് കുറച്ച് കാര്യം പറയുന്നുണ്ട്. ഇതിൽ തൊപ്പി വളരെ അഗ്രസീവ് ഫേസാണ്. മനസ്സിലായോ? തൊപ്പിക്ക് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇപ്പം എനിക്കിത് കണ്ടപ്പോൾ തോന്നിയ പോലെ, അല്ലെങ്കിൽ മെഹറും തൊപ്പി നല്ല കണക്ഷനാണ്. മെഹർ തൊപ്പിയോട് പറഞ്ഞതാണ് ഏത് കണ്ടത് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും, ഇതാണ് വിഷയം എന്നുള്ളത് തൊപ്പിയോട് ചിലപ്പോൾ മെഹർ പറഞ്ഞും കാണും. എന്താണെങ്കിലും തൊപ്പി ഷാജഹാനെ റിയാക്ട് ചെയ്തതിൻ്റെ ഒരു സ്കീം കൂടി ഞാൻ അവിടെ വെക്കാം. അതിനൊക്കെ പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഈ നീലക്കോയിൽ എന്ന് പറയുന്ന ഈ തന്ത ഇല്ലാത്തവൻ, തന്തക്ക് പറക്കാത്തവൻ, മെഹറിന്റെ അടുത്ത് പോയിട്ട് ഇവരെന്തെല്ലാം പറയുന്നത്, വേറെ ഏതോ ലൊട്ടുണ്ട്, വേറെ ഏതോ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കോപ്പി പോലത്തെ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് മലപ്പുറത്തുകാരെ പറയിപ്പിക്കാൻ വേണ്ടി മലപ്പുറത്ത് കുറച്ച് കാക്കമാറുണ്ട്. ഈ 2-3 ഉള്ളൂ ഇങ്ങനത്തെ. പാണ്ടിക്കാട് കുഞ്ഞാന്, പിന്നെ ഏതോ ശുക്കൂറിൻ നൗഷാദ് എന്നെല്ലാം പറഞ്ഞ ഏതോ 2-3 തന്തക്ക് പറക്കാത്തമാര് ഒരു നാണുമാനും ഇല്ലാണ്ട് വെറുതെ ഈ നീലക്കോയിലിൽ ഒന്നിച്ച് കൂട്ടുപിടിച്ചിട്ട് ഇവരൊരു പാവം പെണ്ണിന്റെ അടുത്തേക്ക് പോയിട്ട് മറ്റേ വർത്താനം പറയാം. പണ്ട് സൂപ്പറോ ഇപ്പൊ തൊപ്പി അടുത്ത ആരാ, ഇങ്ങനത്തെ ലെവലിലുള്ള വർത്താനം, പറക്കാത്ത വർത്താനം. തന്തയില്ലാത്തവന്മാരെന്ന് ഞാൻ പറയും. ഞാൻ വനക്ക് ഒരു മടിയില്ല, ഞാൻ തെറി വിളിക്കും. ഞാൻ കാര്യം പറയാം, അടുത്ത തവണ ഇങ്ങനത്തെ പരിപാടി ഞാൻ തെറി വിളിക്കും, തന്തൊക്കെ വിളിക്കും. നീല കണ്ട ഞാൻ കാര്യം പറയാല. ഒരുമാതിരി മറ്റടുത്ത വർത്താനം പറയുന്ന അവിടെ പോയിട്ട് ആ പെണ്ണ് ഏതോ പബ്ലിക് ഇവന്റിന് എന്തിനാ പോയാ. അപ്പൊ ഈ നീലക്കുയിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, നീലക്കുയിൽ എന്ന് പറഞ്ഞാൽ ജനിച്ച മുതല് തന്തയില്ലാണ്ട് ജനിച്ചൊരു നാറിയാന്നവന്. ഓൻ ആ പരിപാടി ചെയ്യും. അത് പോട്ടെ, വേറൊരു ഈ കാക്ക ഇറങ്ങിയിട്ടുണ്ട്, ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ പോലെ ആരാന്നറിയില്ല, ഒരു ലൊട്ട ചങ്ങായി വന്നിട്ട് നാണം
ഉണ്ടാടാ 2-3 മക്കളെ ഉപ്പയായിരിക്കുമല്ലടാ നീ. നാണവും മാനം ഇല്ലാടാ നാറി. എനിക്കല്ല പണിയെടുത്ത് ജീവിക്കടാ പോയിട്ട്. കണ്ട പെണ്ണുങ്ങളെ വേക്കുന്ന മറ്റേ ഇത് ഓളെ കല്യാണമായോ ഓക്ക് വിശേഷമായെന്ന് അറിയാൻ പറ്റോ നടക്കുന്നവരല്ലോ നാണം കെട്ടവന്മാര്. അല്ല പിന്നെ വല്ല ഇറങ്ങീന് ലോട്ട ഇവരൊന്നും കാണാനും കിട്ടുന്നില്ല. ചവിട്ട് കൊടുക്കല്ലോ ലോട്ടകള്. ഈ നീലക്കോയിൽ പറഞ്ഞ തന്തയില്ലാത്ത നേരിട്ട് എനിക്ക് കിട്ടിയില്ല. എനിക്ക് നേരിട്ട് എനിക്ക് കിട്ടിയില്ല. അല്ല നീലക്കോയിലിന്റെ ക്യാമറമാൻമാർ എനിക്ക് കിട്ടിയില്ല. അവന്റെ ഒരു മെയിൻ ചങ്ങായുണ്ട്, ഒരു മെയിൻ ഷുക്കൂറ നൗഷൂദ അങ്ങനത്തെ ഒരു തെണ്ടിയുണ്ട്, ഒരു അയമ്. ഓനെ കൈമ കിട്ടൂടാ. ഓനെ കൈമ ഒരു ദിവസം കിട്ടും. ഓന്റെ മൊത്തക്ക് കാട്ടി ഞാൻ ഉറപ്പായിട്ടും ഓനെ കൈ കിട്ടും. ഓനെ കൈ കിട്ടും. ഓൾഡ് തൊപ്പീസ് മേക്കുന്ന അല്ല ഞാൻ അങ്ങനത്തെ അറാം പറപ്പിലേക്ക് ഞാൻ പോകുന്നല്ല. പക്ഷെ ഇങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട് മോനെ. ഇത് മോശം, ഇത് പറഞ്ഞില്ലേ മോശം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കാര്യം പറയല. ഇത് ഇവര് ചെയ്യുന്നത് മോശം. ഒരുമാതിരി മറ്റടുത്ത പരിപാടി ബീച്ചിന് വേണ്ടി ഒന്നും ചെയ്യാമ. അപ്പോൾ ഇതാണ് തൊപ്പിയുടെ ഒരു ഇനീഷ്യൽ റിയാക്ഷൻ വന്നത്. ഇത് കഴിഞ്ഞിട്ടും വീണ്ടും ഈ സാധനം ഇങ്ങനെ എസ്കലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിൽ കംപ്ലീറ്റ് തന്തക്കുകളിയും പോകുന്നത് നീലക്കുയിലിനാണ്. ഓക്കെ, നീലക്കുയിലിന് പിന്നെ ഓൾറെഡി ആ ഒരു പേര് ഇപ്പോൾ ആയിക്കഴിഞ്ഞ് നീല പോലെ തന്നെ നീല എന്നുള്ള സംഗതി വന്നുകൊണ്ട് നീലക്കുയിലിൽ ഇപ്പോൾ ഈ ഇപ്പോൾ സാബുമാരുടെ വിഷയമാണെങ്കിലും അങ്ങനെ പല വിഷയങ്ങളിലാണെന്നുണ്ടെങ്കിലും നീലക്കുയിൽ ഓൾറെഡി എയറിലാണ്. ഓക്കെ, ആ കൂട്ടത്തേക്ക് ഇപ്പോൾ ഒരു തന്തക്കുകളി കൂടി തൊപ്പീൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം കിട്ടി. അപ്പോൾ ബേസിക്കലി അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ റീച്ച് ആയതുകൊണ്ട് അവർ ഇതൊക്കെ എടുത്തിട്ടു. അവർക്ക് പിന്നെ അങ്ങനെയാണ്, ആരെങ്കിലും തന്തയ്ക്ക് വിളിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി അവർക്ക് സാധനം വരണം. അതാണ് ആ ഓൺലൈൻ മീഡിയക്കാരുടെ മെയിൻ പരിപാടി. അതിപ്പോൾ ഇനിയിപ്പോൾ അവരെ തന്തയ്ക്ക് വിളി കിട്ടിയാലും അവർ ഓക്കെ എന്നുള്ള രീതിക്ക് അവർ നിൽക്കും. അപ്പോൾ എന്താണെങ്കിലും അത് ഒരു സൈഡിൽ ഇങ്ങനെ തൊപ്പി അതാണ് മെയിനായി ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഷാജഹാൻ്റെ മോളിക്ക് വരുമ്പോഴാണ് ഈ കുഞ്ഞാൻ എലമെന്റ് ഇതിൽ കൊണ്ടുവരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഷാജഹാൻ എന്താ ആരാന്നുള്ള അറിയാത്തത് കൊണ്ട് ആ ഒരു സ്ലാങ്ങും മലപ്പുറം എന്നൊക്കെ വന്നുകൊണ്ടായിരിക്കും അത് കുഞ്ഞാൻ പാണ്ടിക്കാടിലേക്ക് തൊപ്പിങ്ങനെ വെച്ചു കൊടുത്തത്. കുഞ്ഞാനും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല കേട്ടോ, അത് വേറെ കാര്യം. ഈ കണ്ടന്റും കുഞ്ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇനി ഷാജഹാൻ പറഞ്ഞ കാര്യത്തിൽ തൊപ്പി കൊടുത്ത റിപ്ലൈ ഞാൻ പറയുമ്പോൾ എന്താ പറയുക, ഇത് കുറച്ചും കൂടി മെച്ചുവർ ഫേസിൽ തൊപ്പിക്ക് കൊടുക്കായിരുന്നു. ഓക്കെ, ചീത്ത വിളിച്ചു, തന്തയ്ക്ക് വിളിച്ചു, ഫൈൻ. അത് ഒരാളുടെ പേഴ്സണൽ അഗ്രഷൻ അല്ലെങ്കിൽ അയാളുടെ മൂഡ് അയാൾക്ക് തോന്നിയ കാര്യം അയാൾ പറഞ്ഞു. ഓക്കെ, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചെങ്കിൽ ഇതിനൊരു എന്താ പറയുക കുറച്ചും കൂടി ഒരു സോർട്ടഡ് സാധനം കൊടുക്കാമായിരുന്നു. കാരണം ഇപ്പോൾ തൊപ്പി ഇരിക്കുന്ന ഫേസിൽ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സിക്ക് തൊപ്പിക്ക് കൊണ്ടുപോയി ഈ സാധനം ഇടേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണ്, മര്യാദയ്ക്ക് പറയാം. എന്തിൻ്റെ ആവശ്യത്തിനാണോ ചോദിച്ചത്? ഒരു പബ്ലിക് ഇവൻറ്റിൽ നിൽക്കുന്നത് തൊപ്പി പറഞ്ഞ ആ ഒരു പോയിന്റ് മാത്രം വെച്ചാൽ മതിയായിരുന്നു. പബ്ലിക് ഇവൻറ്റിലാണ് നിൽക്കുന്നത്, ഒരു പെൺകുട്ടിയാണ് നിൽക്കുന്നത്. ആ പെൺകുട്ടിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഈ കല്യാണം കഴിക്കണ്ടോ, കല്യാണം കഴിഞ്ഞോ, അല്ലെങ്കിൽ എനിക്ക് എത്ര കല്യാണമായി, അത് ഞാൻ പറഞ്ഞല്ലോ. നമ്മളൊരു ഫ്രണ്ട് സോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അത്രയും കംഫർട്ടബിൾ സോൺ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ നമ്മളൊക്കെ ഇവൻറ്റ് പോകുന്ന സമയത്ത് നമ്മൾ നന്ദനേനെ ഭയങ്കരമായിട്ട് കളിയാക്കാറുണ്ട്. അപ്പം നമ്മളൊരു സർക്കിൾ നമ്മളിങ്ങനെ ചുമ്മാ വെറുതെ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ അതൊന്നും പേഴ്സണലി എന്താ പറയുക ഹേർട്ടാവുന്ന രീതിയിലല്ല. ഇനി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ സാധനം പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരാറും നമ്മൾ കൊടുക്കാറുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഷാജഹാനും മെഹറും തമ്മിൽ അങ്ങനെ ഒരു സ്പേസ് അവിടെ ഉണ്ട് തോന്നുന്നില്ല. ബിക്കോസ് ആ കുട്ടിയുടെ റെസ്പോൺസ് നമുക്കൊന്ന് മനസ്സിലാവുന്നുണ്ട്, ബോഡി ലാംഗ്വേജ് നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഈ തൊപ്പി ഇതിന് ഒരു സാധനം പറയുമ്പോൾ അല്ലെങ്കിൽ തൊപ്പി എടുത്ത് പറയുമ്പോൾ അതിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഷാജഹാൻ്റെ എന്നല്ല നീലക്കുയിലിൻ്റെ എന്നല്ല ആ ഒരു എന്താ പറയുക തന്തയ്ക്കുള്ളി ഒഴിവാക്കി കാര്യങ്ങളൊന്നും കൂടി പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു കോൺട്രവേഴ്സീൻ്റെ ഒരു ഹൈ കുറഞ്ഞു കിട്ടിയിരുന്നു. മനസ്സിലായി? ഇതിപ്പോൾ കോൺട്രവേഴ്സിയിൽ മാത്രം പോയി ഒതുങ്ങി ഈ സാധനം, തന്തയ്ക്കുള്ളി കോൺട്രവേഴ്സിയിൽ പോയി ഒതുങ്ങി. അത് തന്തയ്ക്കുള്ളി കോൺട്രവേഴ്സിനേക്കാൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ ഇതാണ്. കാരണം മെഹർ ഓൾറെഡി ഈ വിഷയത്തിൽ ഭയങ്കര ഡെസ്പാണ്. മനസ്സിലായോ? തൊപ്പി വിഷയത്തിൽ എല്ലാവരും കൂടി ഇത് കൂട്ടിക്കെട്ടി കല്യാണം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ ഈ സാധനത്തേക്ക് കൊണ്ടുപോയിട്ടിട്ട് ആ സ്ത്രീ അവിടെ ഓൾറെഡി സഫറിങ് ആണ്, ആ ലേഡി സഫറിങ് ആണ്. ആൻഡ് പബ്ലിക് ഇവൻറ്റിൽ അങ്ങനെ ഒരു സംഗതി എല്ലാവരുടെ മുന്നിലും അവർക്കത് ഡൈജസ്റ്റ് ആയിട്ടുമില്ല, അവരതിൽ കംഫർട്ടബിളും അല്ല. ആ ഒരു എലമെൻറ്റ് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ പോയിരുന്നു കംപ്ലീറ്റ്. ഇപ്പോൾ ഇത് തൊപ്പിയും ഷാജഹാനും തമ്മിലുള്ള തന്തയ്ക്കുള്ളി മാത്രമായിട്ട് മാറി. അവിടെ മെഹറിൻ്റെ സാധനമാണ് പോയിൻ്റ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ സാധനത്തിനകത്ത് ഇത് വെക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇതിപ്പോൾ വെച്ചു, ഈ സാധനം അവിടുന്ന് പോയി. പിന്നെ ഇതിലൊരു മലപ്പുറം എലമെൻറ്റ് വന്നു. ഞാൻ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് കംപ്ലീറ്റ് മലപ്പുറത്തുള്ളവരെ പറഞ്ഞു അല്ലെങ്കിൽ കംപ്ലീറ്റ് മലപ്പുറത്തിനെ പറഞ്ഞു എന്നുള്ള സ്കീമിക്ക് എനിക്കിത് കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. ഓക്കെ, ചില ആളുകൾ ഇതാണ് ആ ഒരു സാധനം വെച്ചിട്ടുള്ളത്. അല്ലാതെ ഇത് കംപ്ലീറ്റ് മലപ്പുറത്തുള്ളവരെയും തന്തയ്ക്ക് വിളിച്ചു എന്നൊക്കെയാണ് ഇന്നലെ കുറേ പേര് എനിക്ക് മെസ്സേജ് ഒക്കെ പറഞ്ഞു. സായി കണ്ടില്ലേ മലപ്പുറത്തുള്ള എല്ലാവരെയും തന്തയ്ക്ക് വിളിച്ചത്, എങ്ങനെ എല്ലാവരും ആവുന്നത്? ഇപ്പം ഞാൻ മലപ്പുറത്തുള്ള
ആ എല്ലാത്തിലും അപ്പോൾ ഞാനും പെടില്ലേ? മനസ്സിലായോ? തൊപ്പി പറഞ്ഞതിൽ എല്ലാം ഇല്ല, ചില ആളുകൾ, അതാണ് ആ ചെയ്ത ആളുകളോ അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട ആളുകളോ അതിപ്പോൾ അത്ര ഭയങ്കര വൈകാരികമായിട്ട് എടുത്തിട്ട് എല്ലാവരും കൂടി മലപ്പുറത്തുള്ള വ്ളോഗേഴ്സ് മൊത്തം കൂടിയിട്ട് അങ്ങോട്ട് ഇത് നമ്മുടെ ഒരു സംഗതി നോ, ഇത് ആ ഒരു യൂണിവേഴ്സിൽ അങ്ങനെ തീരേണ്ട ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ആ ഒരു രണ്ടുപേരും തമ്മിൽ തീരേണ്ട വിഷയമാണ്. അതിന് കംപ്ലീറ്റ്ലി ഇത് നമ്മളെ തന്തയ്ക്ക് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, അതിൻ്റെ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ല? അങ്ങനെ ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യം ഇതിനകത്തില്ല. ഇനി ഇന്നലെ വീണ്ടും ഇത് മിനിഞ്ഞാത്ത ലൈവിലാണ് ഈ തെറിവിളിയും ഇതും ഉണ്ടായത്. ഇന്നലത്തെ ലൈവിൽ വീണ്ടും തൊപ്പി റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിന് കാരണമായത് ഷാജഹാൻ റിപ്ലൈ ഇട്ടൊരു വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ്. എനിക്കത് എൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. സത്യം പറഞ്ഞാല് ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത്. ഓൾറെഡി ഓൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ തമാശ രൂപത്തിൽ ചെയ്തൊരു വീഡിയോ ആണത്. പക്ഷെ എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആവും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ നായിന്റെ മോനെ, എന്റെ തന്ത അല്ലട നായിന്റെ മോനെ, ഇന്റെ മുട്ടുകാലം നടക്കൂല നായിന്റെ മോനെ. നെയ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്ന ഊക്കാൻ വന്ന നായിന്റെ മോനെ, അടിച്ചുകൊണ്ട് മൂന്നന്റെ പല്ല് ഞാൻ കൊയ്ക്കും. ജിന്നെ പറഞ്ഞുകൂടെങ്കിലേ എനിക്കൊരു പ്രശ്നമില്ലട നായെ. പക്ഷെ ജിന്റെ തന്തനെ പറഞ്ഞു അത് ഈ സാജ സൈക്കൂല മോനെ. അന്റെ ബാക്കിലുള്ള നെയ്സറി പിള്ളേരെ കണ്ടിട്ടേ ഇജെന്താണ് നായ വിചാരിച്ചത്? ഞാൻ കടന്ന് വിറക്കുന്നോ? ഒന്ന് പോടാ നായെ. അടിച്ചിട്ടെ മൂന്നന്റെ ചേപ്പിയാൻ പറ്റും നായിന്റെ മോനെ. ഇജി കളിക്കണ്ട മോനെ, ഇജി കളിച്ച സ്ഥലം എനിക്ക് മാറിപ്പോയി. ഇജെന്താണ് നായിന്റെ മോനെ പറഞ്ഞത്? മലപ്പുറത്തെ പിള്ളേര് തന്തല്ലാത്തവരാണെന്നോ? കള്ള നായെ, അന്റെ തള്ളിയും തന്തി അന്നെ ഒഴിവാക്കിയാണ് നായെ. ഇന്ന് ഇന്റെ വാപ്പാനെ വിളിച്ചു, നാളെ നിങ്ങളെ വാപ്പാനെ വിളിച്ചാൽ നിങ്ങൾ പ്രതികരിക്കോ? നിങ്ങൾ കമന്റ് ഇടാ, നിങ്ങൾ കമന്റ് ഇടി. ഏത് കണ്ടിട്ടേ ഈ മുട്ടുകാല് പറക്കൂല നായിന്റെ മോൻ തൊപ്പി അടിച്ചിട്ടാണ് മൂന്നന്റെ പല്ല് ഞാൻ കൊയ്ക്കും നായെ. ഇത് പരലിപ്പാട്ടാണോ കഴിഞ്ഞ് സംഗതി? ഷാജഹാൻ ഞാൻ പറഞ്ഞു, ഷാജഹാൻ ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഷാജഹാൻ്റെ ഉപ്പാൻ്റെ വിഷയം പറഞ്ഞു. ഷാജഹാൻ ഭയങ്കര ഹേർട്ടാണ്, മനസ്സിലായോ? അതിലിപ്പോൾ ഒന്നും പറയാനില്ല. തെറിവിളി അങ്ങോട്ട് കിട്ടും. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൊപ്പി അത് ഹാൻഡിൽ ചെയ്യേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ല. തൊപ്പി അങ്ങോട്ട് തന്തയ്ക്ക് വിളിച്ചു, അവിടെ നിന്ന് ഇങ്ങോട്ടും തന്തയ്ക്ക് വിളി കിട്ടി എന്നുള്ള സ്കീമിൽ ആ സാധനം വിടണം. ഞാൻ പറഞ്ഞല്ലോ, മലപ്പുറം ജില്ലയ്ക്ക് മൊത്തത്തിൽ ഇത് എടുക്കേണ്ട കാര്യമില്ല. ആ ഷാജഹാൻ ആ പറഞ്ഞ എലമെൻറ്റിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നുമില്ല. മൊത്തത്തിൽ എല്ലാവരെയും തന്തയ്ക്ക് വിളിച്ചുള്ള സ്കീമിൽ ഇതൊരു വൈകാരികമായിട്ട് കൊണ്ടുപോകേണ്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. പക്ഷേ പേഴ്സണലി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിയും ആ ഒരു സ്കീമും പരിപാടികളും ഇനി തമ്മിൽ തല്ലാണെങ്കിൽ തമ്മിൽ തല്ലി തീർക്കാനുള്ള വിഷയത്തിലേക്ക് പോകാമെന്നല്ലാതെ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് സമാധാനപരമായിട്ട് പറഞ്ഞ് സോർട്ട് ചെയ്യുക. കാരണം രണ്ടുപേരും സോഷ്യൽ മീഡിയയിലുള്ള ആളുകളാണ്. ഇത് എവിടെയും നിങ്ങൾക്ക് ഒരു റിങ് വെച്ച് ഫൈറ്റ്, ഇന്നലെ തൊപ്പി പറയുന്നത് തൊട്ട് റിങ് വെച്ച് ഫൈറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുമോ? ഇപ്പോൾ തൊപ്പിക്ക് ഇതൊരു കണ്ടൻറ്റാണ്, മനസ്സിലായോ? ഇത് ആദ്യം റിയാക്ട് ചെയ്തപ്പോൾ തൊപ്പിക്ക് ഇത് മെഹറിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഇപ്പോൾ ബേസിക്കലി തൊപ്പിക്ക് ഇത് കണ്ടൻറ്റാണ്. ഇന്നലെ ലൈവ് കണ്ടവർക്കറിയാം. ബേസിക്കലി തൊപ്പി ഇന്നലെ അത് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, അങ്ങോട്ട് ഊക്കി ഈ വീഡിയോ പ്ലേ ചെയ്തത് ഒരു കണ്ടൻറ്റാക്കി. ഷാജഹാനൊക്കെ വരുമോ, ഷാജഹാനൊക്കെ എന്താ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് ഇന്നലെ കുറേ സാധനങ്ങളായിട്ട് അങ്ങനെ വിട്ടതാണ്. ഓക്കെ, ഇനിയും ചിലപ്പോൾ തൊപ്പി ഈ കണ്ടൻറ്റ് മുകളിൽ പിടിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് തൊപ്പിയാണെങ്കിലും ഷാജഹാനാണെങ്കിലും ഇത് കുറേ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ തമാശ അല്ലെങ്കിൽ ഈ ഒരു സ്കീമിൽ നിന്നൊക്കെ മാറിയിട്ട് ചിലപ്പോൾ എന്താണെന്ന് പറയും കയ്യാങ്കളിക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സീനായിരിക്കും ഈ പരിപാടികളൊക്കെ. അതിന് എന്തിനാണ് നിങ്ങളെ വ്യൂവർഷിപ്പിൽ നിങ്ങൾ ഇത് കാണിച്ചു കൊടുക്കുന്നത്, ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഈ കാര്യം? അതിൻ്റെ കാര്യമില്ലല്ലോ. ആ ഒരു വയലൻസ് ഫേസ് വേണ്ട, അതിൻ്റെ ഒരു കാര്യം ഇതിനകത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടി മെച്ചുവറായിട്ട് തീർക്കുക. അപ്പോൾ തൊപ്പി വിളിച്ച സമയത്ത് ഷാജഹാനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും തമ്മിൽ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് ലൈവിൽ വിളിച്ചിട്ട് തീരേണ്ട കാര്യം ഈ സംഗതിയുള്ളൂ. ഫൈൻ, ഞാൻ പറഞ്ഞു ഇതിൽ ഫോക്കസ് ആവേണ്ട മെഹറിൻ്റെ സീനാണ്. മെഹർ എന്നല്ല, ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാവർക്കും ഒരാളപ്പം റീൽ ചെയ്താലോ അല്ലെങ്കിൽ ഒരാളപ്പം നിന്നാലോ ഓനോളെ ഈ സ്കീമിൽ നിന്ന് മാറണം, മനസ്സിലായോ? ആ സ്കീം അതാണ് നിങ്ങൾ രണ്ടുപേരും കുറച്ചും കൂടി എന്താ പറയുക മെച്ചുവറാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കേണ്ട ഒരു കാര്യം അതാണ്. ഷാജഹാനാണെങ്കിലും തൊപ്പിയാണെന്നുണ്ടെങ്കിൽ ആ സ്കീമിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ സംഗതി കൊണ്ടുപോയാൽ അതിൻ്റെ കോറുണ്ടാവും, ആ ഒരു കണ്ടൻറ്റിൻ്റെ കോറോടെ കിടക്കും. അല്ലെങ്കിൽ ഈ തമ്മിൽ തെറിവിളിയും കച്ചറിയും ലാസ്റ്റ് ഞാൻ ഇതിൽ നടക്കാൻ പോകണം പറയാൻ രണ്ടാളും തുറത്തോട്ട് കേട്ട് കിടക്കും. എനിക്ക് തൊപ്പിനെയും പേഴ്സണലി അറിയാം, ഷാജഹാനെയും പേഴ്സണലി അറിയാം. രണ്ടുപേരും അങ്ങനെ വൃത്തികെട്ടവന്മാരോ മോശക്കാരോ ഒന്നുമല്ല. സംസാരിച്ച് തീരേണ്ട വിഷയങ്ങൾ സംസാരിച്ച് തീർന്നു കഴിഞ്ഞാൽ ആണെങ്കിൽ തൊപ്പീൻ്റെ ലൈവിൽ ഷാജഹാനും ചിലപ്പോൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കണ്ടൻറ്റ് എടുത്ത് നടക്കുന്നതും കാണാൻ പറ്റും. അത്രേ ഉള്ളൂ ഇതിനകത്തൊക്കെ. അല്ലാതെ ഇനി കമൻറ്റ് ബോക്സിന് ഇതിനിടയിൽ കുറേ കാരണം കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഷാജഹാൻ്റെ വീട്ടുകാരും ബാക്കിയുള്ളവരെയും പറഞ്ഞ് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, റിപ്പോർട്ട് അടിക്കുന്നുണ്ട്. ഇവിടെ മലപ്പുറത്ത് തന്നെ ഞാൻ കുറേ വ്ളോഗേഴ്സും ബാക്കിയുള്ളവരൊക്കെ തൊപ്പീൻ്റെ തന്തയ്ക്ക് നോക്കി വിളിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ സ്കീമിൽ ഇതിനകത്ത് കാണാണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇന്നലെ തൊപ്പി റിയാക്ട് ചെയ്തൊരു പോർഷൻ കൂടി ഞാൻ വെക്കട്ടെ.
ചെയ്യണത്. പക്ഷെ എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആവും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ നായിന്റെ മോനെ അന്റെ തന്ത അല്ലണം എന്റെ തന്ത ഓൻ തന്നെ മ്യൂട്ട് ചെയ്തോണ്ട് കുഴപ്പമില്ല. നേഴ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്നെ കൂക്കാൻ വന്ന നായിന്റെ മോനെ അടിച്ചു കണ്ട മൂന്നത്തെ പല്ല് ഞാൻ കൊയ്ക്കും. ജിന്നെ പറഞ്ഞു കൊടുക്കലേ എനിക്കൊരു പ്രശ്നമില്ല നായെ. പക്ഷെ ജിന്റെ തന്തനെ പറഞ്ഞു അത് ഈ ഷാജാൻ സഹിക്കൂല മോനെ. കാരണം തന്തയില്ലാത്തവന്മാരെ കുറിച്ച് തന്തക്ക് വിളിച്ച പ്രശ്നമാണ്, അത് സീനാണ്. അത് റിയലി സോറി ഷാജാനിക്ക, സോറി. അത് എനിക്ക് എന്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് തന്തയില്ല എന്നുള്ള കാര്യം ഞാൻ പിന്നെ അറിഞ്ഞത്. ഞാൻ ആദ്യം അറിഞ്ഞിട്ടില്ല. ഇത് അറിയുമായിരുന്നെങ്കിൽ ഞാൻ തന്തക്ക് വിളിക്കൂലായിരുന്നു. കാരണം ഇല്ലാത്തൊരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് അത്രയും ഹേർട്ടാവുക. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നേഴ്സറി പിള്ളേരെ കണ്ടിട്ടേ ഇതെന്താണ് നായ വിചാരിച്ചത് ഞാൻ കിടന്ന് വിറക്കുന്ന ഒന്ന് പോടാ നായെ അടിച്ചിടെ മൂന്നിന്റെ ചേപ്പിയാ ഒരു നായിന്റെ മോനെ ഇജി കളിക്കണ്ട മോനെ. ഇയാള് ഞാൻ ഒരു കാര്യം കേട്ടെ, താറിന്റെ ഹൈറ്റ് എത്രയാ? താറിന്റെ ഹൈറ്റ് എത്രയാടാ? താറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? താറ് എൻ്റെ ഒരു ഓർമ്മയില് താറ് ഇത്രയാ. അതായത് അയാൾ താറിന്റെ ഗ്ലാസിന്റെ ഇത്ര ഉള്ളത്. അപ്പൊ അയാൾ എൻ്റെ ഈടെ ഉണ്ടാവും അല്ലെ. അതായത് ഞാൻ ഒരു ഫൈറ്റിന് നിൽക്കുവാണെങ്കിൽ ഇയാളായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും അല്ലേ. അതായത് ഈ മുരടിച്ച കടലാമ ഇങ്ങനെ ഉണ്ടാവുക. ഈ ഉടുമ്പ് പോലത്തെ സാധനത്തിന് ഞാൻ എന്ത് ചെയ്യാൻ ഇയാളെല്ലാം അടിക്കൂന്നാ പറയുന്നത്. ഇയാളെല്ലാം അടിക്കൂന്നാ ഞാൻ പറയുന്നത്. ഒരു ചവിട്ട് കൊടുത്തിട്ട് ഞാൻ വിടും. ഈ മുരടിച്ച ആമനെ ആമയായിട്ട് ഞാൻ ഫൈറ്റ് എടുക്കണ ചാറ്റ് പറ. അതായത് ഇയാൾ അടിച്ച് മോന്ത പൊളിക്കുന്ന എടാ അടിക്കാന് എടാ മോന്തക്ക് കൈയെത്താനൊരു ഐറ്റമാണ്. ഇയാൾ എങ്ങനെ അടിക്കുക? തുള്ളിയിട്ടാ ഇങ്ങനെയാണ് ഇയാൾ അടിക്കുക. ഈ നാട്ടിലത് പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഒരു വെന്യു വെച്ചിട്ട് ഒരു മാച്ചോ എല്ലാണ്ട് അടിയായി കഴിഞ്ഞാൽ വേറെ കുറെ പ്രശ്നങ്ങൾ വരും. മനസ്സിലാവും. പുറത്തെ രാജ്യത്തെല്ലാം ഇങ്ങനത്തെ കുറെ സംഭവം നടന്നിട്ടുണ്ട്. മനസ്സിലാവും. ഇങ്ങനെ രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് തമ്മിൽ അടിയാവുമ്പോൾ ഇവരെന്താ പറയാ ലീഗലി ഒരു ബോക്സിംഗ് മാച്ച് വെക്കും. മനസ്സിലായി. ഇവനല്ലേ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ ഇത് സംഭവം എന്താ? ഈ ചങ്ങായിക്ക് സംഭവം ഞാൻ കാണാൻ പറ്റും. ഈ ചങ്ങായിക്ക് 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അതെങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ഇൻഫ്ലുവൻസർ ആവും. ഞാൻ ചോദിക്കുന്നത് ഓക്കെ കഴിവുണ്ട്, ഓക്കെ നമുക്കും കഴിവൊന്നുമില്ല. എന്തെങ്കിലും എന്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കേണ്ട. ഇതെന്താണ് അപ്പോൾ ഇവൻ ചെയ്യുന്നത്? ഗിവ് അവേ കൊടുക്കുക, ഫോളോവേഴ്സ് ആക്കുക. ഇതാണ് ഇവന്റെ ജോലി. അപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലേ? എന്താണ് ഇവന്റെ ഇത്? എന്താ ഇവന്റെ കണ്ടന്റ്? ഫേക്ക് ഗിവ് അവേയോ? കളിച്ച സേന എനിക്ക് മാറിപ്പോയി. എന്താണ് നായിന്റെ മോനെ പറഞ്ഞത്? മലപ്പുറത്തെ പിള്ളേര് തന്തല്ലാത്തവരാണോ? ഇത് ഗൈസ് ഇത് ഞാൻ പറയാൻ മറന്നു. ഞാൻ മലപ്പുറത്താറ മുന്നിൽ വെച്ചിട്ട് അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒളിച്ചിക്ക. മലപ്പുറത്താറ തൊപ്പി തണ്ടൊക്കെ വിളിച്ചാ നോക്ക്. മലപ്പുറത്താറ തൊപ്പി. അതായത് സ്വന്തമായിട്ട് ഇത് എടുക്കാനുള്ള ആണത്തും ഇല്ല ഈ നാരിക്ക്. ഈ തന്തയില്ലാത്ത കഴിവേറിക്ക് ഇത് സ്വന്തമായിട്ട് എടുക്കാനുള്ള ത്രാണിയില്ല, അതിനുള്ള ഗഡ്സ് ഇല്ല. എന്നിട്ട് എന്ത് ചെയ്തേ? മലപ്പുറം എന്ന് പറയുന്ന ആ നാട്ടിലെ ആ ജനങ്ങളെ മുന്നിൽ വെച്ചിട്ട് അതായത് ഇല്ലാത്ത കാര്യം പറഞ്ഞു. കണ്ടല്ലോ, തൊപ്പി എഗെയിൻ ഒരു പ്രൊവോക്കേഷനാണ് തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ബോഡി ഷേമിങ് ചെയ്തിട്ടാണെങ്കിലും വീണ്ടും ഈ സാധനങ്ങൾ എടുത്തിട്ട് ചൊറി ഒരു സാധനം. ഇത് കണ്ടന്റ് ആയിട്ടാണ് തൊപ്പി പിടിച്ചതെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇന്നലത്തെ ലൈവ് കണ്ടറിയാം. അതൊരു കണ്ടന്റ് ആക്കി പിടിച്ചിട്ട് അത് ചൊറിഞ്ഞുകൊണ്ടിരുന്നതാണ്. ആ ചൊറി ലൈൻ ചിലപ്പോൾ എന്താ പറയുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒട്ടും ആക്സെപ്റ്റബിളോ അല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ അവിടുന്ന് വരുന്ന എന്താ പറയുക ഏത് തരത്തിലുള്ള റിപ്ലൈ ആയിരിക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. അങ്ങനെയാകുമ്പോൾ സീനാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇത് വലിയ രീതിയിൽ എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളത് രണ്ടുപേരോടും ആസ് എ ഫ്രണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറയാനുള്ളത്. പിന്നെ വ്യൂവർഷിപ്പിനോടാണ് പറയാനുള്ളത്. തൊപ്പി റിയാക്ട് ചെയ്തത് ശരിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്. പക്ഷെ അതിൻ്റെ മൂഡ് ഇങ്ങനെയല്ല വേണ്ടിയിരുന്നത്. ഓക്കെ, നീലക്കുയിലിൻ്റെ തന്തയ്ക്ക് വിളിച്ചാണെങ്കിലും ഇപ്പുറത്തെ ഷാജഹാൻ്റെ തന്തയ്ക്ക് വിളിച്ചാണെന്നുണ്ടെങ്കിൽ ആ മൂഡിലല്ല വേണ്ടിയിരുന്നത്. കാരണം അതിൻ്റെ ക്രക്സ് പോയി, ആ കോറ് പോയി, കണ്ടൻറ്റിൻ്റെ കോറ് പോയി. അവിടെ അതിൻ്റെ വാല്യൂ നഷ്ടപ്പെട്ടു. ഓക്കെ, അവിടെ ഇപ്പോഴും സഫർ ചെയ്യുന്ന ആരാ? മെഹർ തന്നെ ആയിരിക്കും.